ഇത് കാൽക്ക റെയിൽവേ സ്റ്റേഷൻ. കാൽക്ക ഷിംല മൗണ്ടൻ റെയിൽവേ വളരെ പ്രശസ്തമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ സമ്മർ ക്യാപിറ്റലായിരുന്ന ഷിംലയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ വേണ്ടി 1898 1903 ഇടയിൽ നിർമ്മിക്കപ്പെട്ട മൗണ്ടൻ റെയിൽവേ. നിലവിൽ ഈ റെയിൽവേ ലൈൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്ത് ഷിംലയിലെത്തി കുറച്ചു സമയം ഷിംലയും അവിടെ നിന്ന് 64 കിലോമീറ്റർ അകലെ മാറിയുള്ള നാർഖണ്ഡയും ഒക്കെ ആസ്വദിച്ച് തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക. അങ്ങനെ ഒരു യാത്രയാണ്. ഡൽഹിയിൽ നിന്ന് ഷിംലയിലേക്ക് ധാരാളം ബസ്സുകൾ ലഭിക്കും. അതിലൊരു ബസ്സിൽ കാൽക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. രാത്രി 9 മണിക്ക് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം 4:52 ആയപ്പോൾ കാൽക്ക റെയിൽവേ സ്റ്റേഷനിലെത്തി. ഡൽഹി കശ്മീരി ഗേറ്റ് ISBT ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഷിംലയിലേക്കുള്ള ബസ്സുകൾ ലഭിക്കുക. ഈ ട്രിപ്പിൽ ഞാൻ മാത്രമല്ല. ഹലോ ഹലോ ഹലോ. സീ ലെവലിൽ നിന്ന് 656 മീറ്റർ ആണ് കൽക്ക. ഷിംല എത്ര മീറ്റർ ആണെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ഫസ്റ്റ് ട്രെയിൻ ഞങ്ങൾ നോക്കിയപ്പം രാവിലെ 3:30 അത് എടുത്തില്ല. കാരണം അതിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്ന വഴി മൊത്തം ഇരുട്ടായിരിക്കുമല്ലോ. അതിനുശേഷമുള്ള ട്രെയിൻ 5:45 അതാണ് ഇപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. അത് 10:35 ഷിംലയിലെത്തും. ഇക്സിഗോ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കറണ്ട് അവൈലബിൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു. ഒരു 61 ടിക്കറ്റ് കറണ്ട് അവൈലബിലിറ്റി കാണിച്ചപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യാനൊരു റീസൺ കൂടെ ഉണ്ട്. ഇവിടുന്ന് ഈ ട്രെയിൻ കയറി രാവിലെ 10:35 അത് ഷിംലയിൽ എത്തിയാൽ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ഷിംലയിൽ നിന്ന് തിരിച്ച് ബസ് ബുക്ക് ചെയ്ത് ഡൽഹിയിലേക്ക് പോകാനും പറ്റും. സോ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ പോലെ ഈ ട്രെയിനും കൂടെ ചേർത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു 5 മണി ആയപ്പോഴത്തേനും കുറേ ട്രെയിനും കുറേ എഞ്ചിനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. ഇതിൽ ഏത് ട്രെയിനിലാണ് പോകണമെന്ന് ഒരു പിടിയില്ല. എല്ലാം ഒരുപോലെ ഇരിക്കണല്ലേ. ഇതും ഇതും ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായി മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കാൽക്ക ഷിംല മൗണ്ടൻ റെയിൽവേയിലുള്ള ഒരു യാത്ര. എന്നാൽ ഈ ഒരു കാലാവസ്ഥയിലായിരുന്നില്ല എന്ന് മാത്രം. യൂട്യൂബിൽ ഈ റൂട്ടിൽ മഞ്ഞു പെയ്ത് കിടക്കുന്ന വീഡിയോകൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ മനസ്സിൽ കയറിയതാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യണമെന്നത്. മലയാളി യാത്രകളുടെ മണാലി ഗ്രൂപ്പ് ട്രിപ്പിന്റെ ഭാഗമായി മണാലിയിലേക്ക് പോകുവാൻ ഡൽഹിയിൽ എത്തിയതാണ്. 2 ദിവസം മുന്നേ എത്തിയത് കൊണ്ട് 1 ദിവസം കൊണ്ട് ഡൽഹിയിൽ നിന്ന് പോകുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആലോചിച്ച് കറണ്ട് അവൈലബിലിറ്റി ടിക്കറ്റ് കാൽക്ക ഷിംല റൂട്ടിൽ കണ്ടതുകൊണ്ട് ബുക്ക് ചെയ്ത് പെട്ടെന്ന് പോയതാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ടൈമിങ്ങിലുള്ള ട്രെയിനാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക. കാരണം അതിരാവിലെ യാത്ര പുറപ്പെട്ട് 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഷിംലയിലെത്തും. പിന്നെ നമുക്ക് അവിടെ സമയം ചെലവഴിക്കുവാൻ കുറച്ചു നേരം ഉണ്ടാകും. അതോടൊപ്പം നല്ല ഭംഗിയുള്ള സൂര്യോദയം തീവണ്ടിയിലിരുന്ന് ആസ്വദിക്കാനും സാധിക്കും. ഭംഗിയുള്ള സൂര്യോദയങ്ങൾ കാണുവാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഈ റൂട്ടിൽ പോകുമ്പോൾ കാണുന്ന സൂര്യോദയം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. തീവണ്ടിയിലിരുന്ന് മലനിരകളുടെ ഭാഗത്തു കൂടി സൂര്യൻ ഉദിച്ചു വരുന്നതും ആ സമയത്തെ ആകാശത്തിന്റെ കളറും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മഞ്ഞില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും ഭംഗിയുള്ള അനുഭവം എന്ന് പറയുന്നത് ആ സൂര്യോദയമാണ്. കാൽക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഷിംലയിൽ എത്തുമ്പോൾ ഏകദേശം 96 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. പോകുന്ന വഴി ധാരാളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. എല്ലായിടത്തും സ്റ്റോപ്പില്ല. എങ്കിലും ഞങ്ങളുടെ ഈ ട്രെയിൻ നിർത്തിയ എല്ലാ സ്റ്റേഷനുകളും വളരെ ഭംഗിയുള്ളതാണ്. चॉकलेट गरम पकौड़े गरम मैगी
പോകുന്ന റൂട്ടിൽ ബറോഗ് എന്ന സ്റ്റേഷനിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ സമയം നിർത്തിയത്. അവിടെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് കുറച്ചു നേരം വെയിലും കൊണ്ടു. ഹിമാചൽ എന്ന സംസ്ഥാനത്തുകൂടി ഇതിനു മുമ്പ് കുറേ തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയും വീടിന്റെ നിർമ്മാണ രീതിയും ഒന്നും പുതുമയുള്ള കാഴ്ചകളല്ല. മഞ്ഞ് കാണാമെന്ന പ്രതീക്ഷയോടെ വന്നത് കാണാൻ സാധിക്കാത്തതിന്റെ ഒരു നിരാശ മനസ്സിലുണ്ട്. അതോടൊപ്പം നീലഗിരി മൗണ്ടൈൻ റെയിൽവേയിൽ ഇതിനു മുൻപ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാകാം കുറച്ചു നേരം ഉറങ്ങിപ്പോയി. കുറേയധികം പാലങ്ങളും തുരങ്കങ്ങളും മലനിരകളും ഒക്കെ പിന്നിട്ട് 4 മണിക്കൂറിലധികം യാത്ര ചെയ്തു വേണം കാൽക്കയിൽ നിന്ന് ഷിംലയിൽ എത്തിച്ചേരാൻ. ഷിംല റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട വ്യൂ ആണിത്. റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്തായി വലിയ താഴ്വരകളും മലനിരകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 2075 മീറ്റർ ആണ് ഷിംല റെയിൽവേ സ്റ്റേഷന്റെ ഉയരം. വെൽക്കം ടു ഷിംല, നൈസ് ടു മീറ്റ് യു. ഇവിടെ ഷിംലയിൽ വന്നിട്ട് ആദ്യം പഠിച്ച കാര്യമൊന്നും ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കയറ്റങ്ങളൊന്നുമില്ല. എല്ലാം വളരെ സ്റ്റീപ്പായിട്ടുള്ള കൊനിഷ്ട് പിടിച്ച കയറ്റങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തോ കഴിച്ചേ? മട്ടൻ നൂഡിൽസ്. മട്ടൻ നൂഡിൽസ് ആദ്യമായിട്ടാണ് കഴിക്കുന്ന സാരംഗ്. ഞാൻ കഴിച്ചില്ല, പക്ഷെ ഇച്ചിരി ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. റേറ്റ് എത്രയായിരുന്നു? 160 bucks. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ്, മാൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത്. പറഞ്ഞില്ല ഇവിടെ സിമ്പിൾ വഴികളൊന്നും ഇല്ലാന്ന്. നമ്മളിപ്പോൾ നടക്കുന്ന മാൾ റോഡ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. അവിടുന്ന് താഴോട്ട് പോകാനുള്ള വഴിയുണ്ട്, എന്തോ സ്റ്റീപ്പാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേ വഴികളുണ്ട്. ഇതുവഴി താഴോട്ട് ഇറങ്ങിയാൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് നാർക്കണ്ടയ്ക്കും കുഫ്രിക്കും ഒക്കെ ബസ് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് സ്നോ കാണാൻ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഒത്തിരി ടൈമില്ല, ഇപ്പം തന്നെ ഉച്ചയായി. ഇത് ബിൽഡിങ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, ഇവിടെ SBI, ഇത് ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റലായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം ആ ബിൽഡിങ്സിനൊക്കെ അങ്ങനത്തെ ഒരു ഭംഗിയുണ്ട്. പിന്നെ സ്ഥലം ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. മാൾ റോഡ് വൈകുന്നേരമാണ് നല്ലപോലെ ആക്റ്റീവ് ആവുക എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ തിരക്കുണ്ട്. മണാലിയിൽ പോകുമ്പോഴും നമുക്ക് അവിടെ ഇതുപോലെ തന്നെ സെയിം മാൾ റോഡുണ്ട്. അവിടുത്തെ മാൾ റോഡ് എനിക്ക് ഇപ്പോൾ കണ്ടത് വെച്ചിട്ട് അവിടെ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആണ്, ഇവിടെ കുറച്ചുകൂടെ വലുതാണ്. ഒരു മലയുടെ ഏറ്റവും ടോപ്പ് പോർഷനിൽ കൂടെയാണ് ഈ മാൾ റോഡ് പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കും കുത്തനെ ഇറക്കമാണ്, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കും കുത്തനെ ഇറക്കമാണ്. അവിടേക്ക് താഴെ നല്ല വ്യൂ കാണാം, ഇപ്പുറത്തെ സൈഡിൽ നിന്നും കാണാം. അപ്പോൾ ഇതൊരു ഹിൽ ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹിൽ ടോപ്പ് ആണെന്ന് തോന്നുന്നത്. നമ്മൾ നടക്കുന്ന റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ ഭാഗത്തേക്കും. പിന്നെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഭാഗത്തെ ബിൽഡിങ്സിന്റെ ഭംഗിയും വ്യൂ പോയിന്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ മാൾ റോഡിന്റെ ഭാഗത്തൊക്കെ ചെലവഴിച്ചു. വൈകുന്നേരമാണ് മാൾ റോഡ് കുറെ കൂടി ആക്റ്റീവ് ആകുന്നതെന്നാണ് ഇവിടെ സംസാരിച്ചപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞത്. എങ്കിലും ഇപ്പോ അത്യാവശ്യം തിരക്കുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. സ്റ്റാൻഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയുടെ സൈഡിലെ വ്യൂ കണ്ടോ? അതെ, എങ്ക പാത്താലും നാർഖണ്ഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്ന ബസ്സിനാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. ഇനി നാർഖണ്ഡയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറയാം.
ഷിംലയിലെ മാൾ റോഡിലേക്ക് ഞങ്ങൾ നടക്കുന്ന ഭാഗത്ത് ടാക്സിക്കാർ ഡേ ട്രിപ്പിന് വേണ്ടി അപ്രോച്ച് ചെയ്തു. ഒരു ദിവസം കൊണ്ട് ഇത്ര സ്ഥലങ്ങൾ കാണിക്കാം, വ്യൂ പോയിന്റ് കാണിക്കാം, മഞ്ഞ് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. കുഫ്രി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അവിടെ മഞ്ഞ് കാണാമെന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യൻ കോഫി ഹൗസിലെത്തി അവിടെ സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് നാർഖണ്ഡ പോയാലാണ് കൂടുതൽ മഞ്ഞ് കാണാൻ സാധ്യത എന്നറിഞ്ഞു. ബസ്സിന് പോകുന്നതാണ് നല്ലതെന്ന് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം നന്നായി, കാരണം കുഫ്രിയിലൊന്നും സ്നോ ഇല്ലായിരുന്നു. നാർഖണ്ഡ വരെ എത്തിയ ശേഷവും വളരെ കുറച്ച് സ്നോയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ബസ് കിട്ടി, രണ്ടുപേർ കൂടെ ഒരു സൈഡിലേക്ക് 300 രൂപയാണ് ടിക്കറ്റ് ആയിരുന്നു. ഇനി ബാക്കിയൊക്കെ നാർഖണ്ഡ ചെന്നിട്ട് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഭംഗിയുള്ള കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. ബൈക്ക് റൈഡുകൾക്കും റോഡ് ട്രിപ്പുകൾക്കുമൊക്കെ ഹിമാചലിലെ റൂട്ടുകൾ വളരെ നല്ലതാണ്. പല ഭാഗത്തും ഭംഗിയുള്ള മലനിരകളുടെയും താഴ്വരകളുടെയും ഭംഗി ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പോകുന്ന വഴി ചില ഭാഗങ്ങളിൽ ഇതുപോലെ കുറച്ച് സ്നോ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷ ഇല്ലാണ്ടായി, കാരണം മഞ്ഞ് കാണാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരികയാണ്. കാലാവസ്ഥ വളരെ മോശമാണ്. നാർഖണ്ഡയിലെത്തി ചൂട് മോമോസ് കഴിച്ചു, കാരണം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ നാർഖണ്ഡയിൽ എത്തിയത്. ഷിംല എന്ന് പറഞ്ഞത് ഇവിടെ മുട്ടോളം മഞ്ഞ് കിടക്കുന്നതാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് കണ്ടത് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് മഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉള്ള ഭാഗത്തൊക്കെ കുറച്ച് പോയി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമെന്ന് വിചാരിക്കും. ഇവിടെ ഒരുപാട് നിൽക്കുന്നില്ല, കാരണം ഇവിടെ സ്നോ ഇല്ല. പക്ഷെ എന്താ പറയുക, ആദ്യമായിട്ട് സ്നോ കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സന്തോഷിക്കാനുള്ളതുണ്ട്. നമ്മൾ കുറേ സ്നോഫോളും ഒത്തിരി സ്നോയൊക്കെ കണ്ടില്ലേ, തോന്നുന്നില്ല? സ്നോഫോളൊക്കെ ഒരുപാട് ഉണ്ട്. അഹങ്കരിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇത് കണ്ടാൽ അത്ര ഒരു അട്രാക്ഷൻ ചിലപ്പോൾ തോന്നൂല. എന്തായാലും പീക്ക് വിന്ററിൽ വന്നാൽ ഈ ഭാഗത്തൊക്കെ സ്നോ ആയിരിക്കും. മാർച്ച് വരെയും സ്നോ ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞു. ഈ വർഷം സ്നോഫോൾ കുറവായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ടില്ലായിരുന്നു. എന്തായാലും ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. പീക്ക് വിന്ററിൽ എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക് പോകണ്ട, ഒരു വെറൈറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നാർഖണ്ഡയിലേക്ക് വരാം. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമ്മള് വിചാരിച്ച പോലെ ഒന്നും ട്രിപ്പ് നടന്നില്ല. പക്ഷെ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മള് സ്നോ കാണാൻ, ഒരുപാട് സ്നോ കാണാന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ നമ്മള് സ്നോ കാണാത്തവര് അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നിരാശയൊന്നുമില്ല. കുറച്ചൊക്കെ കണ്ടു. പിന്നെന്താ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടു. 64 കിലോമീറ്റർ ദൂരെയാണ്. നമ്മൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. ഷിംലയിൽ ആ ടോയ് ട്രെയിൻ കയറി ഷിംലയിൽ വരാം, ഷിംലയിൽ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം, ഇതായിരുന്നു പ്ലാൻ. അവിടുന്ന് വീണ്ടും 64 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നാർഖണ്ഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവിടെ വരണമെന്നൊന്നും അല്ലേ, അതുകൊണ്ട് ഹാപ്പിയാണ്. സോ അതെ, അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഫ്ലോപ്പാണെന്ന് പറയുന്നില്ല, പക്ഷെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. സന്തോഷം.